ഡൽഹി പ്രക്ഷോഭത്തിലെ പെൺകുട്ടികൾ ബലാത്സംഗം ആഗ്രഹിക്കുന്നവരാണെന്നതടക്കമുള്ള നികൃഷ്ട പരാമർശങ്ങളിൽ അറസ്റ്റിലായ RSS സഹയാത്രികൻ TG മോഹൻദാസിനെ ജാമ്യത്തിൽ വിട്ടു. ഉപാധികളുടെ വഞ്ചൂർ കോടതിയാണ് ജാമ്യം നൽകിയത്. ജാമ്യം ലഭിക്കുന്ന രീതിയിലാണ് പോലീസ് പ്രവർത്തിച്ചതെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. അതേസമയം രാഷ്ട്രീയ പ്രേരിത കേസാണെന്ന് BJP നേതാക്കളും പറഞ്ഞു. ഡൽഹിയിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ അധിക്ഷേപിച്ച കേസിൽ TG മോഹൻദാസിനെതിരെ നേരത്തെ കലാപാഹ്വാനമടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിയിരുന്നു. എന്നാൽ ജാമ്യ ഹർജി പരിഗണിച്ച വഞ്ചിയൂർ ACJM കോടതി ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. അടുത്ത 3 ദിവസം അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകണം. സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്. 2 മാസം എല്ലാ തിങ്കളാഴ്ചയും ഹാജരായി ഒപ്പിടണമെന്നും കോടതി നിർദ്ദേശിച്ചു. പ്രതിയെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രോസിക്യൂഷന്റെ ആവശ്യം തള്ളിയാണ് കോടതിയുടെ നടപടി. പ്രതി സമൂഹത്തിൽ കലാപമുണ്ടാക്കും വിധം വീഡിയോ പ്രചരിപ്പിച്ചെന്നും സ്ത്രീകളുടെ മാന്യതയെ ഹനിക്കുന്ന ആക്ഷേപങ്ങൾ നടത്തിയെന്നും കോടതിയിൽ പോലീസ് സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. അതേസമയം പ്രതിക്ക് ജാമ്യം കിട്ടാവുന്ന വിധത്തിലാണ് പോലീസ് ഇടപെട്ടതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അതേസമയം വീഴ്ചയില്ലെന്നാണ് പോലീസിന്റെ പക്ഷം. ഇന്നലെ കൊച്ചിയിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത മോഹൻദാസിന്റെ മൊബൈൽ പരിശോധനയിൽ നിന്നും അധിക്ഷേപ വീഡിയോ പോലീസിന് ലഭിച്ചു. വീഡിയോ സ്വന്തം ഫോണിൽ റെക്കോർഡ് ചെയ്ത ശേഷം അപ്ലോഡ് ചെയ്യുകയായിരുന്നുവെന്നാണ് കണ്ടെത്തൽ. തിരുവനന്തപുരം സിറ്റി സൈബർ ക്രൈം ഓഫീസിലെത്തിച്ച TG മോഹൻദാസിനെ കാണാൻ BJP നേതാക്കളായ AN രാധാകൃഷ്ണൻ, ഷോൺ ജോർജ് എന്നിവരെത്തി. TG മോഹൻദാസിന് എല്ലാ പിന്തുണയും നൽകുമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S. സുരേഷ് പറഞ്ഞു. വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും എതിർക്കാനുള്ള സ്വാതന്ത്ര്യവും തിരിച്ച് അതിനെതിരെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യവും നിഷേധിക്കപ്പെട്ടിട്ടുള്ള ഒരു സംസ്ഥാനമല്ലല്ലോ നമ്മുടെ സംസ്ഥാനം. ഞാൻ പറയുന്നത് ഇവിടെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറഞ്ഞവരെ സ്വസ്ഥമായിട്ട് കൈയും വീശി നടക്കാൻ അനുവദിക്കുന്ന രമേശ് ചെന്നിത്തല ഈ TG മോഹൻദാസ് എന്ന് പറയുന്ന വ്യക്തിക്കെതിരെ ഇതുപോലെ നിയമപരമായി എടുക്കാൻ പാടില്ലാത്ത കേസുകൾ എടുത്തിട്ട് എന്തിനാണ് പീഡിപ്പിക്കുന്നത്? അന്വേഷണവുമായി TG മോഹൻദാസ് സഹകരിക്കുന്നുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. രാഷ്ട്രീയ പ്രേരിതമായ കേസാണെന്ന് BJP നേതാക്കൾ ആരോപിക്കുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.